ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ അല്ല കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം, റൈസ് കുക്കറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീട് പണി കഴിഞ്ഞ് വീട്ടിൽ താമസമാക്കുമ്പോൾ ആദ്യം വേണം എന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ റൈസ് കുക്കർ. കാരണം എനിക്ക് വിറക് പോയി പറക്കാനോ കാര്യങ്ങളോ എനിക്ക് പറ്റില്ല എന്ന് വെച്ചൊരു മോനുണ്ട്, ഒരു കുഞ്ഞു മോനുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഗ്യാസ് പിന്നെ നമുക്ക് ചോറ് അങ്ങനെ വേവിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഗ്യാസ് പെട്ടെന്ന് തീരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഇതുവരെ കണക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ലേ. നമ്മളിപ്പോൾ 2 മാസമായിട്ടുള്ള വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഒരു 5-6 മാസം മുന്നേ ഗ്യാസിൻ്റെ പുതിയ കണക്ഷൻ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നമ്മൾ. അവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണമാണ് നമ്മൾ, അവിടെ 2 ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം നമ്മൾ വാങ്ങി. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ വിറകും നമുക്കിപ്പോൾ മഴക്കാലമാണ്, ഓലയില്ല, അതൊക്കെ കിട്ടാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് ആ കൂടി ഇച്ചിരി ചോറ് കഴിക്കുന്ന ആളാണ്. ആ കൂടി ഒരു കുഞ്ഞ് ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ മാത്രമേ നമുക്ക് ആ ചോറും വേണ്ടൂ. ഇതിനു വേണ്ടി നമ്മൾ ഇത്രയധികം വിറക് കത്തിക്കുക, പിന്നെ ഗ്യാസ് കത്തിച്ച് തീർക്കുക എന്നൊക്കെ പറയും. 1-1.5 മണിക്കൂർ വേണം ഗ്യാസ് കത്തി ആവാനായിട്ട്, ചോറാവാനായിട്ട്. റേഷനറി ആണെങ്കിൽ 1/2 മണിക്കൂർ വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച കാര്യം എന്തായാലും ഒരു റൈസ് കുക്കർ വാങ്ങണം. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നല്ല ഞാൻ വാങ്ങിയത് ഇത് കടയിൽ പോയിട്ടാണ്. കാരണം എനിക്കറിയില്ല ഇതിൻ്റെ കപ്പാസിറ്റി 1.5 കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കണേ, എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കടയിൽ പോയി വാങ്ങിയതാണ് കേട്ടോ. ഇത് ശ്രീറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. 1400 സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് 1 kgD ആണ് കേട്ടോ. ഇത് 1 kg അല്ലേ, 1 kgD ആണ്. 1 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 പേർക്കുള്ള ചോറ്, ഒരു ദിവസത്തേക്കുള്ള ചോറ് നമുക്കിതിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഗ്യാസും ഇതൊക്കെ ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി നമുക്ക് ഗ്യാസിൽ. പുതിയ ഗ്യാസൊക്കെ ആയതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല, പെട്ടെന്ന് തിളച്ച് കിട്ടുന്നുണ്ട്. ഒരു 5 മിനിറ്റ് തിളച്ച് ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ഒന്നും നിർത്തി തിളപ്പിക്കൊന്നും വേണ്ട. 5 മിനിറ്റ് ഞാൻ അരിയും വെള്ളമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇടാം. 5 മിനിറ്റ് തിളച്ച് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്തിൽ ചോറ് വെച്ചേക്കാം, കാലം ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വാഷ് ഉണ്ട് കേട്ടോ, കണ്ടോ, വാഷ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൈസ് കുക്കർ എന്ന് പറയുന്നത്. പിന്നെ മൂടി, ഇനി ഇതിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ കലം വന്നിട്ട്. ഈ മൂടിയല്ല, വേറെ മൂടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വാർക്കുന്ന കാരണമാണ് ഞാൻ ഈ മൂടി എടുത്തത് കേട്ടോ. ഇങ്ങനെ പിടിത്തുള്ളൊരു മൂടിയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ 1 കിലോൻ്റെയാണ് കേട്ടോ ഇത്. നമുക്ക് അത്യാവശ്യത്തിന് ചോറ് വയ്ക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലാഭിക്കാനും വിറക് ലാഭിക്കാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വിറക് കത്തിച്ച് വെക്കൂ, ഗ്യാസിൽ വെക്കൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നവർക്കൊന്നും പറയാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണി ഏറ്റവും കുറച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ റൈസ് കുക്കർ. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഈ റൈസ് കുക്കറിൽ. എൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ChatGPTയിലും അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്കതിനെക്കുറിച്ചുള്ള ധാരണയൊന്നുമില്ല. പക്ഷേ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഈ റൈസ് കുക്കർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാതെ വയ്യല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുതിയ വീടല്ലേ, അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസ് പറയണം, ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ ബൈ.